നമസ്കാരം മക്കളെ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? അപ്പൊ 5 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം നമ്മൾ സെറ്റ് ചെയ്യാണ്. നിങ്ങൾ നോക്കിയേ, മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രസംഗം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? പ്രസംഗം തയ്യാറാക്കണം. മക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഒരു പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ ഘടന നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്താണ് പ്രസംഗത്തിന്റെ ഘടന? നമ്മൾ ഉപന്യാസം പഠിച്ച ആളുകളാണല്ലോ. ഉപന്യാസം പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞൂലേ അതിനൊരു ഘടനയുണ്ട്. അതുപോലെ പ്രസംഗത്തിന് എന്തുണ്ട്? ഒരു ഘടനയുണ്ട്. ഉപന്യാസത്തിന് തലക്കെട്ട് നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രസംഗത്തിന് നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് അത് പ്രസംഗത്തിൽ അഭിസംബോധനയാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പ്രസംഗത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? അഭിസംബോധന. എന്താണ് അഭിസംബോധന? നിങ്ങളെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ വേദിയിൽ വന്നാൽ കാണാറില്ലേ? മാന്യ സദസ്സിന് വന്ദനം, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നത് ഇതാണെന്ത്? അഭിസംബോധന. അതായത് എന്ത് ചെയ്യുന്നു? സദസ്സിലെ ആളുകളെ എന്ത് ചെയ്യുന്നു? ആളുകളെ അഭിസംബോധന ചെയ്യുന്നു. അതാണെന്ത്? അഭിസംബോധന. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അഭിസംബോധന ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം, ഇതൊക്കെ എന്താണ്? അഭിസംബോധനയാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഖണ്ഡികകളായിട്ടായിരിക്കണം അവതരണം, ആമുഖം, പിന്നെ ഒരു തുടക്കം ഉണ്ടായിരിക്കും. ആമുഖം എന്ന് പറയുന്നത് തുടക്കമാണ്. പിന്നീട് വിഷയം അവതരിപ്പിക്കുന്നു. മഹത്വചനങ്ങൾ, കവിതകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഏറ്റവും അവസാനത്തിന് ഉപസംഹാരം ഉണ്ടായിരിക്കണം. അനുയോജ്യമായ ഭാഷയിലായിരിക്കണം എഴുതേണ്ടത്. ഇതൊന്ന് നോക്കിയേ. അധ്യാപകരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുപ്പമുള്ള മാതൃഭാഷയെ കുറിച്ചാണ്. അപ്പൊ അവിടെ എന്തായി? അവിടെ ഒരു തുടക്കമായി. അതുപോലെ അഭിസംബോധന പറഞ്ഞു അല്ലേ? അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, ഇതാണെന്ത്? അഭിസംബോധന. അടുത്തതെന്താണ്? അടുത്തതിന്റെ തുടക്കമാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുപ്പമുള്ള മാതൃഭാഷയെ കുറിച്ചാണ്. അതെന്താണ്? അതതിന്റെ തുടക്കം, ആമുഖമാണ്. ഇനി നമുക്ക് പറയാം, നാം ആദ്യമായി ചിരിക്കുകയും കരയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മാതൃഭാഷയിലൂടെ. അപ്പൊ എന്ത് ചെയ്യുന്നു? വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നു. ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കാം? അപ്പോൾ ഇന്നത്തെ കാലത്ത് വിദേശ ഭാഷകളുടെ പ്രാധാന്യം നാം അംഗീകരിക്കണം. പക്ഷേ അതിനാൽ മാതൃഭാഷയെ അവഗണിക്കരുത്. മാതൃഭാഷയെ ചിന്തിക്കാൻ, വായിക്കാൻ, എഴുതാൻ, സംസാരിക്കാൻ കഴിയുന്നവരാണ് സ്വന്തം സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. മാതൃഭാഷയെ ആദരിക്കുക, സംരക്ഷിക്കുക, അടുത്ത തലമുറയിലേക്ക് കൈമാറുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കവിത എന്ത് ചെയ്യുന്നു? കവിത ഇവിടെ ചേർക്കുന്നു. കണ്ടോ? ഇത് വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്നുള്ള കൃതിയിലെ കവിതയാണ്. നിങ്ങൾ പഠിച്ച കവിതയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അതുകൂടി എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ എന്ന വാക്കുകൾ പോലെ മാതൃഭാഷയെ അമ്മയ്ക്കൊപ്പം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എന്തായി? കവിതകൾ ഉപയോഗിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം എന്താണ്? അത് ഉപസംഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രസംഗം എന്ത് ചെയ്യാം? പ്രസംഗം എഴുതി അവസാനിപ്പിക്കാം. അപ്പൊ പ്രസംഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ഒരിക്കലും വിട്ട് കളയരുത് മക്കളെ. ഇതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഫാസ്റ്റാഗ് ബാച്ചിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മൾ ഡിസംബർ മാസത്തിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിൽ റിവിഷൻ പൂർത്തിയാക്കിക്കൊണ്ട് മോഡൽ എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ ആനുവൽ എക്സാമിലേക്ക് നിങ്ങളെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ അക്കാദമിക് ഇയർ മുഴുവൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സപ്പോർട്ട് തരാൻ വേണ്ടി എജുപോർട്ട് സെറ്റാണ്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സെറ്റാണ്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.